ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ ആഴ്ചത്തെ PNL ആണ്. കഴിഞ്ഞ ആഴ്ച പറയുമ്പോൾ ഇതിപ്പോൾ ഓഗസ്റ്റ് 15 ആണ്. അതിൽ 2 ആഴ്ച കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, പക്ഷേ ഇന്ന് മാർക്കറ്റില്ല. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇന്നും നാളെയും മറ്റന്നാൾ 3 ദിവസം കണ്ടിന്യൂസ് ലീവാണ് മാർക്കറ്റിൽ. സോ കഴിഞ്ഞൊരു ഈ വീക്ക് നോക്കുകയാണെങ്കിൽ ആകെ 4 ദിവസം മാത്രമേ ട്രേഡ് ഉണ്ടായിരുന്നു. അതിലെല്ലാ ദിവസവും എനിക്ക് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൺഡേ ഈ കഴിഞ്ഞ ആഴ്ചത്തെ PNL നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 2 ആഴ്ചയാണ് കഴിഞ്ഞത്. അതിലിപ്പോൾ 2ാമത്തെ ആഴ്ചയാണ് നോക്കണം. ഇന്നിപ്പോൾ എന്തായാലും വീക്കെൻഡ് ആണല്ലോ, അപ്പം കഴിഞ്ഞ വീക്കിൻ്റെ കാണിക്കായിരിക്കും. ഇന്ന് വീക്കെൻഡ് അല്ല, നാളെയാണ് ശരിക്കും വീക്കെൻഡ്. പക്ഷേ അന്ന് വെള്ളിയാഴ്ച ട്രേഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണിക്കായിരിക്കും. അപ്പോൾ അതിൽ PNL ഇവിടെയാണ് ഉണ്ടാവുക. വാൾ ബൈ ഫ്ലാറ്റേഡിൻ്റെ ബാക്ക് ഓഫീസാണ് വെരിഫൈഡ് PNL. അതിൽ കസ്റ്റം ഡേറ്റ് റേഞ്ച്, അതിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 10, 10-ാം തീയതി 11-ാം തീയതി എടുത്താൽ മതി. 10-ാം തീയതി കൊടുക്കാം. അതിൽ ടു ഡേറ്റ് 15 മതി, ഇന്നത്തെ ഡേറ്റ്. വരെയുള്ള PNL നോക്കി നോക്കാം. പ്രിവ്യൂ അടിച്ചു കൊടുക്കാം. ഓക്കെ, 9480 ആണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയത് കഴിഞ്ഞ ആഴ്ച. ആകുമ്പോൾ ടോട്ടൽ 4 ദിവസമാണ് ആകെ ട്രേഡ് ഉണ്ടായുള്ള. 4 ദിവസം എനിക്ക് ട്രേഡ്സ് ഉണ്ടായിന്. ഒരു ദിവസം 6082, 7290. ഈ ഒരു ദിവസം 3 SL അടിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഒരു SL 1350 ആയിരിക്കും വരിക. 2 SL 2300, 3 SL അടിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഈ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ ചാനലിൽ നോക്കിയാൽ കിട്ടും. ഈ 2 ദിവസം വീഡിയോ ചെയ്തില്ല. അന്ന് എനിക്ക് തോന്നുന്നു ഇത് പ്രോപ്പർ ടാർഗറ്റ് അടിച്ചില്ലുണ്ട്. ടാർഗറ്റ് അടിക്കുന്നതിൻ്റെ മുന്നേ നിഫ്റ്റിയിൽ ടാർഗറ്റ് അടിച്ചപ്പോൾ എക്സിറ്റ് അടിച്ചതുകൊണ്ട് അതുകൊണ്ടാണ്. സാധാരണ ശരിക്കും ഒരു ഫുൾ ടാർഗറ്റ് വരികയാണെങ്കിൽ 6750 ആണ് ടാർഗറ്റ് വരേണ്ടത്. പക്ഷേ ഈ ദിവസം പ്രീമിയത്തിൽ 30 പോയിൻ്റ് അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ മറ്റേ ഇതിലടിച്ച് സ്പോട്ട് ചാർട്ടിൽ ടാർഗറ്റ് അടിച്ചുകൊണ്ട് നേരത്തെ എക്സിറ്റ് അടിച്ചാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതിൽ പിന്നെ എന്തേലും എനിക്ക് ഓർമ്മയില്ല. ഇതിലൊരു 50 പോയിൻ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. 11,000 സംതിങ് ഇട്ടാണ് ടാർഗറ്റ് അടിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ 2-3 SL ഇട്ടുണ്ടായിരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 7290 വന്നാണ്. ഒരു 50 പോയിൻ്റ് ഇട്ട് കഴിഞ്ഞ ആഴ്ച ഒരു 50 പോയിൻ്റ് ഉണ്ടായിന്. അത് ഈ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. ഈ ദിവസം തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ PNL. ഓക്കെ, അപ്പോൾ അത്രയാണ് കഴിഞ്ഞ വീക്കിൻ്റെ ടോട്ടൽ PNL കാര്യങ്ങളൊക്കെ. വീക്കെൻഡ് ആയതുകൊണ്ട് വെറുതെ കാണിക്കുക വരച്ചാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി പറഞ്ഞത് ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ IDX എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കൽ. ഒരു IDX ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള എൻട്രീസാണ് ഞാൻ നോക്കൽ. IDX എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഏരിയയാണ്. ഒരുപാട് ലിക്വിഡിറ്റി ഏരിയസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ IDX എന്ന് പറഞ്ഞ ഒരു ലിക്വിഡിറ്റി ഏരിയ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കൽ. ഓക്കെ, പിന്നെ അതിന് ഞാൻ യൂസ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 1.5 lakh ആണ്. അത് 1.5 lakh പറയുമ്പോൾ ഒരു ലോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 50,000 ആണ്. ഒരു ലോട്ട് പറയുമ്പോൾ 75 ഉണ്ട്. നിഫ്റ്റിയിൽ മാത്രമേ ചെയ്യുള്ളൂ, ബാങ്ക് നിഫ്റ്റി ചെയ്യില്ല. എൻ്റെ ചാനലിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിഫ്റ്റി മാത്രമേ ചെയ്യുള്ളൂ. ആ നിഫ്റ്റിയിൽ ഒരു ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ 50,000 ആണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 ലോട്ടിലാണ്. 3 ലോട്ടിന് 1.5 ലക്ഷം വെച്ചിട്ടാണ് ഇപ്പം കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ശരിക്കും എൻ്റെ പ്ലാന് ഇക്കൊല്ലം കഴിയുമ്പോഴേക്ക് ഡിസംബർ ആകുമ്പോഴേക്ക് 10 ലോട്ടിലേക്ക് എത്തിക്കണം എന്നൊക്കെയാണ്. ഈ കൊല്ലം തുടങ്ങിയത് എനിക്കങ്ങനെ 2 ലോട്ട് വെച്ചിട്ടാണ്. സോ ഈ കൊല്ലം എൻഡ് ചെയ്യുമ്പോഴേക്ക് ഡിസംബർ ആകുമ്പോഴേക്ക് 10 ലോട്ടിലെത്തണം എന്നൊക്കെയാണ് പ്ലാൻ. പക്ഷേ അതിപ്പോൾ ഇനി നടക്കില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഓഗസ്റ്റ് ആയല്ലോ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ 4 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഓരോ മാസം ഓരോ ലോട്ട് വെച്ച് കൂട്ടിയാലും ഇപ്പോൾ 3-4 ഒരു 7 ലോട്ടിലൊക്കെ എത്തലുണ്ടാവുള്ളൂ. അത് ഓരോ മാസം ഒരു ലോട്ട് കൂട്ടുമെന്ന് ഉറപ്പില്ല. എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രമേ ഞാൻ കൂട്ടുള്ളൂ. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ അത്ര സ്പീഡിലല്ല എൻ്റെ ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്താലും ലേശം സ്ലോ ആണ്. പക്ഷേ അത് പ്രശ്നമില്ല. ഞാൻ അത്രയും നല്ല കോൺഫിഡൻറ്റ്, പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ട്രേഡിങ്ങിനുള്ള ക്യാപിറ്റലൊക്കെ സെറ്റാണ്. 10 ലോട്ടോ 15 ലോട്ടോ ഒക്കെ എടുക്കാനുള്ള ക്യാപിറ്റലൊന്നും വിഷയമില്ല. പക്ഷേ കോൺഫിഡൻസ് ഇല്ലാണ്ട് ആ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് ഇത് പോയി പോകും. ഇതുവരെ ഉണ്ടാക്കിയ പ്രോഫിറ്റൊക്കെ റിവെഞ്ച് ട്രേഡും മറ്റേതൊക്കെ ചെയ്തിട്ട് പോയി പോകും. അതുകൊണ്ട് ഇപ്പോൾ 2 ലോട്ടിന് 3 ലോട്ടിലേക്ക് തന്നെ വരാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ വന്നത്. കുറേ മാസം 2 ലോട്ട് തന്നെ ചെയ്ത് അത്രയും കോൺഫിഡൻസ് ആയതിനു ശേഷമാണ് 3 ലോട്ടിൽ വന്നത്. അതുകൊണ്ട് കാര്യമുണ്ട്. അങ്ങനെ അത്രയും ടൈം എടുത്ത് ഓരോ ലോട്ട് കൂട്ടുന്നതുകൊണ്ട് ഇമോഷൻ്റെ യാതൊരു പ്രശ്നവും എനിക്ക് ഉണ്ടാവില്ല. എത്ര SL അടിച്ചാലും, എത്ര ടാർഗറ്റ് അടിച്ചാലും, എത്ര ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് നിന്ന് എത്തിയിട്ട് തിരിഞ്ഞ് വന്നാലും, SL ഒക്കെ ടിപ്പിലടിച്ച് പോയാലും, അങ്ങനെ എന്ത് സിറ്റുവേഷൻ വന്നാലും എനിക്കൊരു പ്രശ്നമില്ലാണ്ട് ഞാൻ കൂളായിട്ട് മാർക്കറ്റിൽ ഇരിക്കലുണ്ട്. എൻ്റെ ഇമോഷൻസിന് യാതൊരു രീതിയിലും ഇത് ബാധിക്കലേ ഇല്ല.
പണ്ടൊന്നും അങ്ങനെയല്ലേ. പണ്ട് ഒരു ലോട്ടറി ചെയ്യുമ്പം തന്നെ ഭയങ്കര പ്രശ്നമാവില്ലായിരുന്നു. ഇപ്പോൾ ലോട്ട് സൈസ് കൂട്ടുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഒരു ലോട്ടിൽ ചെയ്ത് കുറച്ച് കാലമായി പ്രോഫിറ്റബിളായി പെട്ടെന്ന് തന്നെ ലോട്ട് കൂട്ടി 2ലേക്ക് 3ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ലോട്ടിൽ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ നല്ല വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ ലോട്ട് സൈസ് പെട്ടെന്ന് ആ ഒരു കോൺഫിഡൻസ് വരാണ്ട് അങ്ങോട്ട് കൂട്ടി കഴിഞ്ഞാൽ ആ ലോസ് എനിക്ക് താങ്ങാൻ കഴിയില്ല. ലോസ് മെൻ്റലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ പോയി. ഇപ്പോൾ ആ ഒരു ലോട്ടിൽ ചെയ്ത് അതേപോലെ നമുക്ക് 2ലും 3ലും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല കോൺഫിഡൻസ് ആയതിനു ശേഷം എനിക്ക് എന്തൊക്കെ വന്നാലും പ്രശ്നമില്ല. എത്ര ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാലും എത്ര ട്രേഡ് ടിപ്പിൽ SL അടിച്ച് ടാർഗറ്റിലേക്ക് പറന്നു പോയാലും എന്ത് വന്നാലും എൻ്റെ ഇമോഷൻ പ്രകാരം ഒരു എൻട്രി പോലും ഞാൻ വേണ്ടാത്ത എടുക്കില്ല. ഒരു ട്രേഡ് പോലും ഓവർ ട്രേഡ് ആയിട്ട് എടുക്കില്ല. ഒരു ട്രേഡ് പോലും റിവെഞ്ച് ട്രേഡ് ആയിട്ട് എടുക്കില്ല. ആ രീതിയിലൊക്കെ അത്രയും കോൺഫിഡൻസ് ആയാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഓരോ ലോട്ട് കൂട്ടുള്ളൂ. അതായത് ഞാൻ എത്ര മാസമായാലും കുഴപ്പമില്ല, എത്ര സ്ലോ ആയാലും കുഴപ്പമില്ല, പെട്ടെന്ന് പോകണം എന്നുള്ള ചിന്തയൊന്നും ഇപ്പം ഇല്ല. ഇപ്പം വളരെ സാവധാനം കറക്റ്റായി മുന്നോട്ട് പോയാൽ മതി, ഗ്രോത്ത് ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ എനിക്ക്. ഓക്കെ, സോ എന്തായാലും എൻ്റെ ജേണിയൊക്കെ കംപ്ലീറ്റ് ഇതിൽ പറയുന്നത് ഈ ചാനലിൽ എന്തായാലും കംപ്ലീറ്റ് ആണ്. ഇതുവരെയുള്ള ജേണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളതും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയ വീഡിയോ ആണ്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ ഉണ്ട്. ഇപ്പോൾ ട്രേഡുള്ള ദിവസമാണെങ്കിൽ ട്രേഡിൻ്റെ വീഡിയോ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ, ട്രേഡ് ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ ടൈമില്ല വീഡിയോ ചെയ്യുന്നൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ കണ്ടൻ്റ് ആയിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡെയിലി വീഡിയോ ചെയ്താലോ എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. സോ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.